ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ സോയിൽ ഹാസ് എ പൊറോസിറ്റി. ഒരു സോയിൽ മാസ് നമ്മൾ എടുക്കുന്നു. ഇറ്റ് ഹാസ് എ പൊറോസിറ്റി ഓഫ് 40% porosity ഉണ്ട്. Specific gravity 2.65 and a water content of 12%. Determine the mass of water required to be added to 100 m³ to 100 m³ of this soil for full saturation. ഇവിടെ നമുക്ക് കാണേണ്ടത് 100 m³ സോയിൽ എടുത്തു കഴിഞ്ഞാൽ 100 m³ ഓഫ് സോയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ 100 m³ ഓഫ് സോയിലിൽ സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഓറഞ്ചാണ് വാട്ടർ കേട്ടോ. വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. കൂടാതെ എയർ ഉണ്ടാവും. എയർ പിങ്ക്, ഇത് എയർ ആണ്. ഓക്കെ, എയർ ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും ഒരു 100 m³ സോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും നോർമലി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഡിറ്റർമൈൻ ദ മാസ് ഓഫ് വാട്ടർ റിക്വയർഡ് ടു ബി ആഡഡ് ടു 100 m³ ഓഫ് സോയിൽ ഫോർ ഫുൾ സാച്ചുറേഷൻ. ഇനി നമ്മൾ ഈ സോയിലിലേക്ക് ശരിക്കും നോക്കാം. ഇത് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലാണോ? അല്ല. കാരണം എന്താ? ഇവിടെ എയർ കണ്ടന്റ് ഉണ്ട്. എയർ ഉള്ളതുകൊണ്ട് അത് ഫുള്ളി സാച്ചുറേറ്റഡ് അല്ല. അപ്പോൾ ഇത് ഫുൾ സാച്ചുറേഷൻ ആവണമെങ്കിൽ എയർ വോളിയം എത്രയാണോ, വോളിയം ഓഫ് എയർ എത്രയാണോ, ആ വോളിയം ഓഫ് എയറിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യാം. വോളിയം ഓഫ് എയറിൽ വാട്ടർ ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് എയർ ആണ്. വോളിയം ഓഫ് എയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വോളിയത്തിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്താൽ ഈ സോയിൽ എന്തായി മാറി? ഫുൾ സാച്ചുറേഷൻ എന്നുള്ള കണ്ടീഷനിലേക്ക് മാറും. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വയ്ക്കുക. ഇനി ഡയറക്റ്റായിട്ട് വോളിയം ഓഫ് എയർ കണ്ടുപിടിക്കാൻ ഇവിടെ യാതൊരു മാർഗ്ഗമില്ല. നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് പൊറോസിറ്റിയും വാട്ടർ കണ്ടൻറ്റുമാണ്. അപ്പോൾ അവിടെ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്ത് വരാം. അപ്പോൾ ഈ 100 m³ എന്നുള്ള കോൺസെപ്റ്റിന് പകരം ആദ്യമായിട്ട് ഇതിലേക്ക് നമ്മൾ വരണം. അതിന് മുന്നേ നമ്മളിവിടെ ഒരു ചെറിയ വോളിയം എടുക്കുന്നു. ആ ചെറിയ വോളിയത്തിൽ വോളിയം ഓഫ് സോളിഡ്സ് നമ്മളിവിടെ ഗ്രീൻ കളർ കൊണ്ടാണ് മാർക്ക് ചെയ്തത് അല്ലേ? വോളിയം ഓഫ് സോളിഡ്സ് വീക്കസ് 1 m³ ആയിട്ട് എടുക്കുന്നു. 1 m³ വോളിയം ഓഫ് സോളിഡ്സ് വരുന്ന രീതിയിൽ ഒരു ചെറിയ സോയിൽ മാസ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യും. ഓക്കെ, ആൻഡ് നമുക്കറിയാം മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് അല്ലേ? അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. അവിടെ നിന്ന് നമുക്ക് മാസ് ഓഫ് സോളിഡ്സ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ഇൻറ്റു വോളിയം ഓഫ് സോളിഡ്സ് ആണ്. ഇനി നമുക്കിവിടെ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഡെൻസിറ്റി കണ്ടുപിടിക്കും? നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സോ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ഈസ് ഈക്വൽ ടു G ഇൻറ്റു റോ ഡബ്ല്യു ആണ്. റോ ഡബ്ല്യു നമുക്കറിയാം, G വാല്യൂ നമുക്കറിയാം. ഓക്കെ, G വാല്യൂ ഈസ് ഈക്വൽ ടു 2.65 ആൻഡ് റോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 100 m³ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? നമുക്കിത് 1000 kg/m³ ആയിട്ട് എടുക്കും. ആൻഡ് ഇവിടെ നമുക്ക് കിട്ടും മാസ് ഓഫ് സോളിഡ് എത്രയാ? 2650 kg എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ വോളിയം ഓഫ് സോളിഡ്സ് എത്രയാണ് നമ്മൾ എടുത്തത്? 1 m³. 1 m³ മാസ് എത്രയാ? MS ഈസ് ഈക്വൽ ടു 2650 kg എന്ന് നമുക്ക് കിട്ടി. ഇനി MS കിട്ടിയാൽ നമുക്ക് MW കണ്ടുപിടിക്കാം, മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാം. എങ്ങനെ കാണാം? മാസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോളിഡ് ആണ് വാട്ടർ കണ്ടൻറ്റ്. ഇവിടെ വാട്ടർ കണ്ടൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 12%. ആൻഡ് മാസ് ഓഫ് സോളിഡ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. MW ഈസ് ഈക്വൽ ടു W ഇൻറ്റു MS. 0.12 ഇൻറ്റു 2650 നമുക്ക് കിട്ടും 318 kg ആണ്. അപ്പോൾ ഇതിനകത്തുള്ള വാട്ടർ ഉണ്ടാവും. ഈ വാട്ടറിൻ്റെ മാസ് നമുക്ക് കിട്ടി. MW എത്രയാണ്? 318 kg എന്ന് കിട്ടും. 318 kg. ഇനി അത് വെച്ചിട്ട് നമുക്ക് വോളിയം ഓഫ് വാട്ടർ കണ്ടുപിടിക്കാം. എങ്ങനെ വോളിയം ഓഫ് വാട്ടർ കണ്ടുപിടിക്കാം? ആലോചിച്ച് നോക്കുക.
ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഓഫ് വാട്ടർ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വാട്ടർ ആണ്. ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം എത്രയാണ്, 1000 ആണ്. ഇവിടെ മാസ് ഓഫ് വാട്ടർ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ VW കണ്ടുപിടിച്ചൂടെ? മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി നമുക്ക് കിട്ടും 0.318 അല്ലേ? അപ്പോൾ ഇവിടെ വോളിയം ഓഫ് വാട്ടർ കിട്ടി. എത്രയാ? 0.318 m3. നിങ്ങൾ നോക്കണേ, നമ്മൾ ആദ്യം ഒരു ചെറിയ സോയിൽ മാസ് എടുത്തു, ചെറിയൊരു വോളിയം സോയിൽ മാസ് എടുത്തു. അതിൽ വോളിയം ഓഫ് സോളിഡ്സ് 1 m³ എന്ന് എടുത്തതിന് ശേഷമാണ് 1 m³ സോയിൽ വോളിയം എടുത്തിട്ടാണ് ഈ പ്രോബ്ലം മുഴുവൻ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ 100 m³ കാണേണ്ടത്. 100 m³ ഡയറക്റ്റ് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളൊരു ചെറിയ വോളിയം ഓഫ് സോയിൽ മാസ് കൺസിഡർ ചെയ്തു. അതിൽ 1 m³ സോളിഡ്സ് എടുത്തു. വോളിയം ഓഫ് സോളിഡ്സ് എടുത്തിട്ടാണ് ഈ പ്രോബ്ലം മുഴുവനും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സോളിഡിൻ്റെ വോളിയവും മാസും അതുപോലെ വാട്ടറിൻ്റെ മാസും വോളിയവും കിട്ടി. നെക്സ്റ്റ്, വോയിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ 1 - n ആണെന്ന് നമുക്കറിയാം. നമുക്ക് പൊറോസിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. പൊറോസിറ്റി ഈസ് ഈക്വൽ ടു 40% ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഇൻ ദിസ് ഇക്വേഷൻ and we'll get 0.40 divided by 1 minus 0.40. 0.667 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ വോയിഡ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ വോയിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു VV ബൈ VS ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, VS നമുക്കറിയാം 1 ആണ്. ആൻഡ് VV വാല്യൂ ഈസ് ഈക്വൽ ടു E ഇൻറ്റു VS. 0.667 m³ എന്ന് കിട്ടും ഇത് ചെയ്താൽ. ഇപ്പോൾ വോളിയം ഓഫ് വോയിഡ്സും നമുക്ക് കിട്ടി. വോളിയം ഓഫ് വോയിഡ്സ് കിട്ടിയില്ലേ? വോളിയം ഓഫ് വോയിഡ്സ് പറഞ്ഞാൽ വോയിഡ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? വോളിയം ഓഫ് വാട്ടറും വോളിയം ഓഫ് എയറുമാണ് ഉണ്ടാവുക. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയം ഓഫ് എയർ ആണ് അല്ലേ? അപ്പോൾ വോളിയം ഓഫ് എയർ എത്ര വരും? വോളിയം ഓഫ് വാട്ടർ മൈനസ് വോളിയം ഓഫ് എയർ എത്ര വരും? വോളിയം ഓഫ് വോയിഡ്സ് മൈനസ് വോളിയം ഓഫ് വാട്ടർ. നമുക്ക് കിട്ടും 0.349 m³. 0.349 m³. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വോളിയം ഓഫ് എയർ മാർക്ക് ചെയ്യാം അല്ലേ? എത്ര കിട്ടി? 0.349 m³. ഇനി ആലോചിച്ച് നോക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വോളിയം ഓഫ് എയർ. ആ വോളിയം ഓഫ് എയർ എത്രയുണ്ടോ അതിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സോയിൽ സാച്ചുറേറ്റഡ് ആയിട്ട് മാറുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് പറയാം വോളിയം ഓഫ് അഡീഷണൽ വാട്ടർ ഫോർ ഫുൾ സാച്ചുറേഷൻ ഈസ് ഈക്വൽ ടു 0.349 m³. ഇത്രയും വോളിയം ഓഫ് വാട്ടർ നമുക്ക് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ സോയിലിനെ ഫുൾ സാച്ചുറേറ്റഡ് കണ്ടീഷനിലേക്ക് മാറ്റാനായിട്ട്. ഇനി ടോട്ടൽ വോളിയം ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മുടെ വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോളിഡ്സ് ചെയ്താൽ മതി അല്ലേ? സോളിഡ് വോളിയം 1 ആണെന്നറിയാം, മറ്റത് 0.667 കിട്ടി. ആൻഡ് 1.667 m³ ആണ് ടോട്ടൽ വോളിയം. ആ ടോട്ടൽ വോളിയത്തിൽ 0.349 വോളിയം ഓഫ് വാട്ടർ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മുടെ ചോദ്യം 100 m³ലാണ്. അപ്പോൾ 100 m³ എത്രമാത്രം വോളിയം ഓഫ് വാട്ടർ ആവശ്യം വരും സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടി? 0.349 നമുക്ക് ആവശ്യമുണ്ട്. എത്രയിൽ? ടോട്ടൽ 1.667. അത് ഇൻറ്റു 100 m³ ചെയ്താൽ 100 m³ സോയിലിന് എത്രമാത്രം വോളിയം ഓഫ് വാട്ടർ ആവശ്യം വരും എന്നുള്ളത് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20.94 m³. ഓക്കെ, അത്രയും വോളിയം നമുക്ക് ആവശ്യം ഉണ്ട്. അത്രയും വോളിയം ഓഫ് വാട്ടർ നമുക്ക് ആവശ്യമുണ്ട് ആ സോയിലിനെ ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ എത്ര മാസ് നമുക്ക് ആവശ്യം വരും? മാസ് ഓഫ് വാട്ടർ എത്ര ആവശ്യം വരും? മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? അങ്ങനെയാണെങ്കിൽ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇവിടെ നോക്കുക, മാസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ. 20.94 × 1000 ചെയ്താൽ നമുക്ക് കിട്ടും 20940 കിലോഗ്രാം. ഇവിടെ നമുക്ക് കിട്ടും 20940 കിലോഗ്രാം. അപ്പോൾ ഇത്രയും വെള്ളം നമ്മൾ ഈ ഒരു സോയിൽ മാസിലേക്ക് 100 m³ സോയിൽ മാസിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോയിൽ മാസ് ഫുള്ളി സാച്ചുറേറ്റഡ് ആവും.
A boro area soil has a natural water content of 10% and a bulk density of 1.80 megagram per m3. നമ്മളിവിടെ ഒരു ബോറോ ഏരിയ കൺസിഡർ ചെയ്യുന്നു. ഈ ബോറോ ഏരിയയിൽ നിന്നും നമ്മൾ സോയിൽ കളക്ട് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സോയിൽ എടുക്കുന്നത് ഈ ബോറോ പിറ്റിൽ നിന്നാണ്. ഇവിടെയുള്ള വാട്ടർ കണ്ടൻറ്റ് 10% ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, ബൾക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. 1 അല്ല, 1.80 മെഗാഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇതും തന്നിട്ടുണ്ട്. The soil is used for an embankment to be compacted at 18% moisture content to a dry density of 1.85 megagram per meter cube. അപ്പോൾ ഈ സോയിൽ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് 18% മോയ്സ്ചർ കണ്ടൻറ്റിൽ കോമ്പാക്ട് ചെയ്തിട്ടാണ്. സോയിൽ ഇവിടെ കൊണ്ടുവന്നിടുന്നു, 18% വാട്ടർ കണ്ടൻറ്റിൽ നമ്മളത് കോമ്പാക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ വാട്ടർ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ബോറോ ഏരിയയിലെ വാട്ടർ കണ്ടൻറ്റ് 10% ആയിരുന്നു. ഇവിടെ 18 നമ്മളത് കോമ്പാക്ട് ചെയ്തിട്ടാണ് ആ ഒരു എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കൂടാതെ ഇവിടെയുള്ള ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.85 മെഗാഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെന്നും തന്നിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യൻ 1, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ ടു ബി ആഡഡ് ടു 1 m³ ഓഫ് ബോറോ സോയിൽ. ബോറോ സോയിലിൻ്റെ 1 m³ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ വാട്ടർ കണ്ടൻറ്റ് 10% ആണ്. അത് നമ്മൾ എംബാങ്ക്മെൻറ്റിലേക്ക് എത്തിക്കുമ്പോൾ 18% ആയിട്ട് മാറും. അപ്പോൾ ഈ 10% ഓൾറെഡി വാട്ടർ കണ്ടൻറ്റ് ഉള്ള ബോറോ സോയിലിലേക്ക് അഡീഷണലായിട്ട് എത്ര വാട്ടർ നമ്മൾ ആഡ് ചെയ്യണം? 18% ആക്കി മാറ്റാൻ വേണ്ടി 1 m³ ബോറോ സോയിലിൽ എത്രമാത്രം എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് എക്സ്കവേഷൻ ഈസ് റിക്വയർഡ് ഫോർ 1 m³ ഓഫ് കോമ്പാക്റ്റഡ് എംബാങ്ക്മെൻറ്റ്? രണ്ടാമത്തെ ചോദ്യമാണ്, എംബാങ്ക്മെൻറ്റിൽ 1 m³ കോമ്പാക്റ്റഡ് എംബാങ്ക്മെൻറ്റ് കിട്ടണം എങ്കിൽ എത്രമാത്രം വോളിയം ഓഫ് സോയിൽ ബോറോ പിറ്റിൽ നിന്നും നമ്മൾ എക്സ്കവേറ്റ് ചെയ്യണം? അതായത് വോളിയം ഓഫ് സോയിൽ അറ്റ് ദ ബോറോ പിറ്റിലുള്ള വോളിയം ഓഫ് സോയിൽ എത്ര എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക, ഫിഗർ ഒന്ന് നോക്കുക, മനസ്സിലാക്കുക. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. ബോറോ ഏരിയയും എംബാങ്ക്മെൻറ്റിലെയും ഫേസ് ഡയഗ്രംസ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, ഇനീഷ്യലി ഒരു വോളിയം ഉണ്ടായിരുന്നത് ബോറോ ഏരിയയിലെ വോളിയമാണ്. ആ സോയിൽ നമ്മൾ എംബാങ്ക്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന് കോമ്പാക്ട് ചെയ്യുന്നു അല്ലേ? കോമ്പാക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് എംബാങ്ക്മെൻറ്റ് കിട്ടും. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്താൽ വാട്ടർ കണ്ടൻറ്റ് ഇവിടെ 10% ആണ്. എംബാങ്ക്മെൻറ്റിലേക്ക് എത്തുമ്പോൾ അത് 18% ആയിട്ട് നമ്മൾ കൂട്ടണം. കോമ്പാക്ഷൻ സംഭവിക്കുമ്പോൾ വോളിയം ഓഫ് എയർ അവിടെ റെഡ്യൂസ് ചെയ്യപ്പെടും. പക്ഷേ രണ്ട് ഭാഗത്തെയും സോളിഡ്സ് ഒന്ന് കമ്പയർ ചെയ്യുക. സോളിഡ് പാർട്ടിക്കിൾസ് മാത്രം കമ്പയർ ചെയ്താൽ ഈ രണ്ട് ഭാഗത്തെയും സോളിഡ്സ് രണ്ടിൻ്റെയും മാസ് ഈക്വൽ ആണെന്ന് കാണാം. മാസ് ഓഫ് സോളിഡ്സ് ആർ സെയിം. കാരണം ബോറോ ഏരിയയിൽ നിന്നും നമ്മൾ എത്രമാത്രം മാസ് ഓഫ് സോളിഡ്സ് ആണോ എടുക്കുന്നത് അത് എംബാങ്ക്മെൻറ്റിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസ് ഓഫ് സോളിഡ്സിന് യാതൊരു രീതിയിലുള്ള മാറ്റവും വരുന്നില്ല. ഇപ്പോൾ രണ്ട് ഭാഗത്തും മാസ് ഓഫ് സോളിഡ്സ് സെയിം ആണ്, MS സെയിം ആണ്. ഈ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് മാസ് ഓഫ് സോളിഡ്സ് അറ്റ് ദ ബോറോ ഏരിയ ആൻഡ് എംബാങ്ക്മെൻറ്റ് രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർക്കണം. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരികയാണ്. എഗെയിൻ മാസ് ഓഫ് സോളിഡ്സ് സെയിം ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ബോറോ ഏരിയയിലുള്ള മാസ് നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് അല്ലേ? ഡെൻസിറ്റി ആണ്. മാസ് ഓഫ് സോളിഡ്സ് ആണെങ്കിൽ നമുക്കറിയാം ഡ്രൈ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അങ്ങനെയെങ്കിൽ മാസ് ഓഫ് സോളിഡ്സ് ഈസ് ഈക്വൽ ടു ഡ്രൈ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. B മീൻസ് ബോറോ ഏരിയ കേട്ടോ. അപ്പോൾ ബോറോ ഏരിയയിലുള്ള ഡ്രൈ ഡെൻസിറ്റിയും
വോളിയവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. പക്ഷേ ഇതേ MS തന്നെയാണ് എംബാങ്ക്മെൻറ്റിലും ഉള്ളത്. എംബാങ്ക്മെൻറ്റിലും സെയിം മാസ് ഓഫ് സോളിഡ്സ് ആണുള്ളത്. ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഓഫ് സോളിഡ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡ്രൈ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് എംബാങ്ക്മെൻറ്റ്. എംബാങ്ക്മെൻറ്റ് എടുത്താൽ നമുക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രൈ ഡെൻസിറ്റി അറിയില്ല. ബോറോ ഏരിയയിലുള്ള ഡ്രൈ ഡെൻസിറ്റി എത്ര എന്നുള്ളത് നമുക്കറിയില്ല. ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. ബൾക്ക് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ 1 + വാട്ടർ കണ്ടൻറ്റ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടും 1.636 MG/m3. ഒരു കാര്യം ഓർക്കേണ്ടത് 1 mg എന്ന് പറയുന്നത്, മെഗാഗ്രാം എന്ന് പറയുന്നത് 1000 kg ആണ്. 1000 kg ആണ്. സോ നമ്മളിവിടെ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിലോഗ്രാമിൽ കിട്ടും. 1636 kg/m3 എന്ന് കിട്ടും ഡ്രൈ ഡെൻസിറ്റി. അപ്പോൾ ഡ്രൈ ഡെൻസിറ്റി ഓഫ് ബോറോപിറ്റാണ്. ബോറോപിറ്റിലെ ഡ്രൈ ഡെൻസിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയത് 1636 kg/m3. ഇനി നമ്മൾ എംബാങ്ക്മെൻറ്റിലേക്ക് വരുന്നു. എംബാങ്ക്മെൻറ്റിൽ ഓൾറെഡി ഗിവൺ ആണ് ഇവിടുത്തെ ഡ്രൈ ഡെൻസിറ്റി 1.85 mg. നമുക്ക് എഴുതാം 1850 kg എന്ന്. ഇൻറ്റു 1000 ചെയ്താൽ മതി അല്ലേ? 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും 1850 kg. നമുക്ക് കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? എക്സ്കവേഷൻ റിക്വയർഡ് ഫോർ 1 m³ ഓഫ് കോമ്പാക്റ്റഡ് എംബാങ്ക്മെൻറ്റ്. ഒരു m³ കോമ്പാക്റ്റഡ് എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ എത്രമാത്രം വോളിയം ഓഫ് ബോറോ ഏരിയ വേണം? അപ്പോൾ ഇവിടെ നമുക്കറിയാം MS മാസ് ഓഫ് സോളിഡ്സ് രണ്ട് ഭാഗത്തും സെയിം ആണ്. ബോറോ ഏരിയയുടെ മാസ് നമ്മൾ എഴുതിയത് റോഡി ബോറോ ഏരിയ ഇൻറ്റു വോളിയം ഓഫ് ബോറോ ഏരിയ. അത് തന്നെയാണ് എന്ത്? ദാറ്റ് ഈസ് ഈക്വൽ ടു റോഡി എംബാങ്ക്മെൻറ്റ് ഈസ് ഇൻറ്റു വോളിയം ഓഫ് എംബാങ്ക്മെൻറ്റ് നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഒരു റിലേഷൻ യൂസ് ചെയ്താൽ നോക്കുക, റോഡി ബി വി ബി ഈസ് ഈക്വൽ ടു റോഡി ഇ വി ഇ. റോഡി ബി എത്രയാ? 1636. വി ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഓഫ് ബോറോപിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് റോഡി ഇ ഈസ് ഈക്വൽ ടു 1850, വി ഇ ഈസ് ഈക്വൽ ടു 1. ഇവിടെ 1 m³ ആണ് നമ്മൾ എടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വോളിയം ഓഫ് ബോറോപിറ്റ് കിട്ടും. എത്ര? 1.130 m³. അപ്പോൾ ബോറോ ഏരിയയിൽ നിന്നും നമ്മൾ 1.130 m³ സോയിൽ എക്സ്കവേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ 1 m³ എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമതായിട്ട് നമുക്ക് കാണേണ്ടത് അടുത്ത ചോദ്യം നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഇതാണ് ബോറോ ഏരിയ, ഇതാണ് എംബാങ്ക്മെൻറ്റ്. ഈ ബോറോ ഏരിയയിൽ 1 m³ ബോറോ ഏരിയയിൽ എത്രമാത്രം വാട്ടർ ആഡ് ചെയ്താലാണ് നമുക്ക് എംബാങ്ക്മെൻറ്റിൽ 18% വാട്ടർ കണ്ടൻറ്റ് കിട്ടുക? ഇപ്പോൾ ഓൾറെഡി ഉള്ള വാട്ടർ കണ്ടൻറ്റ് എത്രയാണ്? 10% ആവും. അപ്പോൾ അഡീഷണൽ എത്രമാത്രം വാട്ടർ നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൺസിഡർ 1 m³ ഓഫ് ബോറോ സോയിൽ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ 1 m³. സോ വി ബി ഈസ് ഈക്വൽ ടു 1 ആയിട്ട് എടുക്കുന്നു. ബോറോ ഏരിയയിലെ വോളിയം ഈസ് ഈക്വൽ ടു 1 m³. അവിടുന്ന് നമുക്ക് മാസ് കണ്ടുപിടിക്കാം. മാസ് എങ്ങനെ കിട്ടും? മാസ് ഈസ് ഈക്വൽ ടു ഡ്രൈ ഡെൻസിറ്റി. ഡ്രൈ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. വോളിയം ചെയ്താൽ നമുക്ക് മാസ് ഓഫ് സോളിഡ്സ് കിട്ടും. മാസ് ഓഫ് സോളിഡ്സ് കിട്ടും. അതിവിടെ കിട്ടുന്നു 1636 kg/m³ ഇൻറ്റു 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1636 kg. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക മാസ്. ഓക്കെ, നെക്സ്റ്റ് വാട്ടർ കണ്ടൻറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോളിഡ്സ് ആണെന്ന് നമുക്കറിയാം. ബി ഇട്ടിരിക്കുന്നത് എന്താ? ബോറോ ഏരിയ ആണ് കേട്ടോ. ബോറോ ഏരിയയിലെ വാട്ടർ കണ്ടൻറ്റ്. ആൻഡ് ഇവിടെ നിന്ന് മാസ് ഓഫ് വാട്ടർ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു MS ഇൻറ്റു W ആണ്. ഇപ്പോൾ മാസ് ഓഫ് സോളിഡ്സ് എത്രയാ? 1636 നമുക്ക് കിട്ടി. W എത്രയാ? 10%. സോ മാസ് ഓഫ് വാട്ടർ എത്ര കിട്ടി? 163.6 kg ആണ് ഇപ്പോൾ ഇവിടെയുള്ള മാസ് ഓഫ് വാട്ടർ. ബോറോ ഏരിയയിലെ മാസ് ഓഫ് വാട്ടർ 163.6 kg ആണ്. ഇനി നമ്മൾ എംബാങ്ക്മെൻറ്റിലേക്ക് വരുന്നു. ഇവിടെ വാട്ടർ കണ്ടൻറ്റ് എത്രയാ? 18% ആണ് അല്ലേ? ഇവിടെ നിന്നും
എംപാൻമെൻറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കും. 18% വാട്ടർ കണ്ടൻറ്റിൽ എത്രമാത്രം മാസ് ഓഫ് വാട്ടർ ഇവിടെ ഉണ്ടാവണം. എങ്ങനെ കാണാം? സെയിം സ്റ്റെപ്പ് അല്ലേ, സെയിം സ്റ്റെപ്പ്. W 18% ആക്കും. അതുപോലെ മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കും. മാസ് ഓഫ് സോളിഡ്സ് നമുക്കറിയാം 1636 ഇൻറ്റു 0.18, 18% ആയതുകൊണ്ട് 0.18. നമുക്ക് കിട്ടും 294.48 കിലോഗ്രാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 294.48 കിലോഗ്രാമാണ്. ബോറോ പിറ്റിൽ ഓൾറെഡി ഉള്ള വാട്ടർ കണ്ടന്റ് എത്രയാണ്, അല്ലെങ്കിൽ മാസ് ഓഫ് വാട്ടർ എത്രയാണ്? 163.6 കിലോഗ്രാമാണ്. അപ്പോൾ അഡീഷണൽ എത്ര വാട്ടർ ആഡ് ചെയ്താലാണ് നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള ആ ഒരു എമൗണ്ടിലേക്ക് വാട്ടർ കണ്ടന്റ് എത്തുക? മൈനസ് ചെയ്യുക. വാട്ടർ ടു ബി ആഡഡ് ഇൻ എംബാങ്ക്മെൻറ്റ് എത്ര ആഡ് ചെയ്യണം? 294.48 നിന്നും 163.6 കുറയ്ക്കുക, നമുക്ക് കിട്ടും 130.88 കിലോഗ്രാം.